വർഷ ക്യാപ്റ്റൻ മേനോന്റെ സൈഡിലേക്ക് ആരാ പോകുന്നത്? ഓക്കെ. ജോർജ് ആണെങ്കിൽ ഷാർപ്പ് 10:30 തന്നെ ചെല്ലാൻ പറയണം കേട്ടോ. ഞാൻ വിളിച്ച് കമ്മിറ്റ് ചെയ്യാണ്, പിന്നെ മാറരുത്. ഓക്കെ, ഷുവർ. ഹലോ സർ, ഗുഡ് മോർണിംഗ് സർ. അരവിന്ദാണ്. സാർ ഞങ്ങളുടെ ഡിസൈനർ ഒരു 10:45 ആകുമ്പോഴത്തേക്ക് സാറിനെ വന്ന് കണ്ടോളൂ. ഞാൻ ഈവനിങ് വിളിക്കാം. ഓക്കെ ഓക്കെ സാർ. സോണിയ, ബ്രേക്ക്ഫാസ്റ്റ് എടുത്തില്ലെങ്കിൽ വേണ്ട. ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ എടുത്തു, ഇനി ഇതിപ്പോ കഴിച്ചിട്ട് പോയാൽ മതി. നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു SUV എന്ന് കേൾക്കുമ്പോൾ ആദ്യം എല്ലാവരുടെയും മനസ്സിൽ ഓടിയെത്തുന്ന രൂപം മിത്സുബിഷി പജീറോ നിർമ്മാണമാണ്. ഒരു ശരാശരി മലയാളിയെ സംബന്ധിച്ചിടത്തോളം പജീറോ എന്നാൽ അത് ലാലേട്ടന്റെ വണ്ടിയാണ്. ഒരുപാട് നക്ഷത്രങ്ങൾക്കിടയിലെ ജ്വലിക്കുന്ന സൂര്യനായി നടന വിഭവത്തിൽ മോഹൻലാലിനെയും വാഹനങ്ങളിൽ പജീറോയെയും ഒരു ആരാധകൻ വിശേഷിപ്പിച്ചായിരുന്നു. ജോർജ്, താനൊരു 10:30 ആകുമ്പോഴത്തേക്ക് അവിടെ എത്തണം. നമ്പർ കയ്യിലുണ്ടല്ലോ അല്ലേ? ഓക്കെ. എന്തെങ്കിലും ഈ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പുള്ളിനെ ഒന്ന് വിളിച്ചോ കേട്ടോ. ഓക്കെ ഓക്കെ, ബൈ. കാണുന്നില്ല, പിന്നെ നാത്തിന് ഇത് ഓൺ ചെയ്ത് വെച്ചേക്കുന്നേ. പോയോ? അടിക്കും ഞാൻ മാറ്റിക്കും. അതിപ്പോ പുതിയ ഫ്ലാറ്റ് ആകുമ്പോൾ അങ്ങനെയൊക്കെ തന്നെയല്ലോ. എന്നോട് എല്ലാം ഒറ്റ ദിവസം കൂടെ അടിക്കി പറയാൻ ആരെങ്കിലും പറഞ്ഞോ? ഒരാളെ പോലും സായത്തിന് കിട്ടാനില്ല. എന്തിന് ഈ ഫ്ലോറിലൊന്നും മിണ്ടി പറയാൻ പോലും വേറെ വീട്ടുകാരില്ല. നമ്മുടെ ഓപ്പോസിറ്റ് ഒരു സ്റ്റുഡിയോ ആണെന്നാണ് കേട്ടത്. നീ ഒരു കാര്യം ചെയ്യും, കുളിച്ച് നല്ല സുന്ദരിയായിട്ട് അവിടെ പോയി കുറച്ച് ഫോട്ടോസ് എടുക്കുക. വീണ്ടും സൗന്ദര്യം ലോകം ഒന്ന് കാണണ്ടേ. ഓ, എല്ലാം കഴിഞ്ഞില്ലേ, ഇനി ഇതിപ്പോ ആരെ കാണിക്കുക? എന്നാ നീ ഒരു കാര്യം ചെയ്യും, എന്നെ കാണിക്കും. ഞാനാണോ നിന്നെ ഇതുവരെ ശരിക്കൊന്ന് കണ്ടിട്ട് പോലുമില്ല. താഴേക്ക് ഇറങ്ങുമ്പോൾ സെക്യൂരിറ്റിന്റെ അടുത്ത് തൽക്കാലത്തേക്ക് ഒരാളെ സഹായത്തിന് കിട്ടുമെന്നൊന്ന് ചോദിച്ചു നോക്ക്. എന്തെങ്കിലും കൊടുക്കുന്നതിൽ കൊടുക്കാന്ന് പറ. അതിൻ്റെ ആവശ്യമൊന്നും തോന്നുന്നില്ല. ഇതിപ്പോൾ നമുക്ക് രണ്ടും ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. ഒരു കാഴ്ച, ഞാൻ ഓഫീസിൽ നിന്ന് നേരത്തെ വരാം. കൊച്ചിയിലൊരു ഫ്ലാറ്റ് നോക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴേ മേരിയാനി പറഞ്ഞതാ പനമ്പള്ളി നഗറിലെ ഒരു പ്രൊജക്റ്റ് നോക്കിക്കൊള്ളാൻ. അതാകുമ്പോൾ ചുറ്റും ആളും അനക്കും ഉണ്ട്. പോരാത്തതിന് പോർഷേരിയും മമ്മൂട്ടിയും പിന്നെ ആ ഡയറക്ടർ ഉണ്ടല്ലോ ജോഷി, അവരൊക്കെയാണ് ഏരിയയിലെ താമസക്കാര്. മനസ്സിലായില്ല. ഈ അവരുടെ പ്രോജക്റ്റ് എന്ന് വെച്ചാൽ ഈ മേരിയാൻറ്റിയുടെ ഹസ്ബൻഡാണ് ഡ്രീം വില്ലാസിന്റെ ഫിനാൻസ് ഉണ്ട്, അത്രയല്ലേ ഉള്ളൂ. എന്ന് കരുതി ചുള എണ്ണി കൊടുക്കുക കാര്യം നടക്കുമോ? നിനക്കറിയാമല്ലോ, ഇതിനേക്കാളും 300 സ്ക്വയർ ഫീറ്റ് കുറവാണ് അതിന്. അതുകൂടാതെ 10 ലക്ഷം രൂപയാണ് അവർ കൂടുതൽ ചോദിക്കുന്നത്. അതാരാ നിന്റെ അപ്പം തരൂ? അപ്പം തന്നേനെ. അന്ന് എന്നെ സീനുണ്ടാക്കി ഇറക്കിക്കൊണ്ട് പോകുന്നില്ലായിരുന്നു. അന്നങ്ങനെ ഇറക്കിക്കൊണ്ട് പോകുന്നില്ലായിരുന്നെങ്കിൽ ഇന്നിപ്പോ ഈ ഡയലോഗ് അടിക്കാൻ ഒരാള് പറഞ്ഞേനെ. ഓ പിന്നെ എന്തുവോ. അതെ, ഈ 2000 സ്ക്വയർ ഫീറ്റിൽ തന്നെ താമസിക്കണമെന്ന് എനിക്കൊരു നിർബന്ധമില്ല. എന്തായാലും ലോൺ എടുക്കണം. 10 ലക്ഷം രൂപ 15 കൊല്ലത്തേക്ക് എടുത്താൽ മാസം ഏകദേശം ഒരു 10,000 രൂപ താഴെ അടവ് വരും. നമ്മളെ സംബന്ധിച്ച് അതൊരു വലിയ കാര്യമാണോ? ഈ 15 കൊല്ലത്തെ അടവ് കഴിയുമ്പോൾ അത് 18,66,000 രൂപയാവും. അതറിയാമോ? ചെലവാക്കുന്നതിനല്ല, എന്തിനു വേണ്ടി ചെലവാക്കുന്നു എന്നതിനാണ്. ആരെ കാണിക്കാനുണ്ട്? നമുക്കൊരാവശ്യം വന്നാൽ നമ്മളെ ഉള്ളൂ. ഇതുവരെയുള്ള അനുഭവം അങ്ങനെ തന്നെയാണ്. പിന്നെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ജീവിക്കുന്നതിൽ എന്താ അർത്ഥം? മറ്റുള്ളവരെ കാണിക്കണമെന്ന് ഞാൻ പറഞ്ഞോ? ഓ, ഇനി അതേ കിടന്ന് തൂങ്ങിക്കോ. ഞാൻ എന്താ ഉദ്ദേശിച്ചത് നിനക്ക് മനസ്സിലായല്ലോ.
തിരക്കിൽ നിന്നും ബഹളത്തിൽ നിന്നും മാറി മനുഷ്യരിത്തിരി സ്വസ്ഥമായി ഇരിക്കാൻ പറ്റുന്ന സ്ഥലത്തിന് ആൾക്കാർ 4 കാശ് അങ്ങോട്ട് കൊടുക്കുന്ന കാലമായത്. ഈ ഫ്ലാറ്റ് കറക്റ്റിന് കിട്ടിയത് നമ്മുടെ ഭാഗ്യമാണ്. ദേ ഈ ജനലം തുറന്നാൽ പോരെ, എപ്പോഴും വീശി നീളൻ കാറ്റ്, ചീനവരൽ, ചെറു വള്ളങ്ങൾ. അരെ വാ, ഒരു പേപ്പറും പേന ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം ഞാൻ കവിത എഴുതാൻ തന്നെ. ഓ, ഒരു വള്ളം വലയും. അല്ല, അറിയാൻ മേലെന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങളുടെ കുടുംബക്കാർ ശരിക്കും മീൻപിടുത്തക്കാരായിരുന്നു? കേരളത്തിൽ ജനിക്കാത്ത എന്തിന് മര്യാദയ്ക്ക് മലയാളം പോലും പറയാനറിയാത്ത നിനക്കൊന്നും ഈ നൊസ്റ്റാൾജി മനസ്സിലാവില്ല. ഒറ്റ ദിവസം കൊണ്ട് ആ ഗ്യാസ് കണക്ഷൻ ശരിയാക്കാമെന്ന് പറഞ്ഞ് വീമ്പിളിക്കൊണ്ട് പോയതാണ് സെക്രട്ടറി. ഇപ്പൊ ഗ്യാസും ഇല്ല, ആളും ഇല്ല. അയാളുടെ ഒരു ഡയലോഗും പള്ളി നിക്കറും. കൊച്ചു കുട്ടിയാണോ വിചാരം? ഇതിലേതാ നിന്റെ യഥാർത്ഥ പ്രശ്നം? പുള്ളി ഗ്യാസ് കണക്ഷൻ ശരിയാക്കി തരാത്തതോ അതോ നിക്കറിട്ട് വന്നതോ? കിച്ചണിലെ വേസ്റ്റ് എടുക്കാൻ ആൾ ഇന്നും വന്നില്ലേ? ഞാൻ എല്ലാം കൂടി കൊണ്ട് ആ സെക്രട്ടറിന്റെ ഫ്ലാറ്റ് മുന്നിൽ കൊണ്ട് ഇട്ടോ. എന്നാ വേഗം ചെല്ലി പോകുമ്പോ ഒരു ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റും കൂടി എടുത്തു. എടി, പുള്ളി പട്ടാളത്തിൽ നിന്ന് പോകുന്നെങ്കിൽ ഇപ്പോഴും തോക്ക് കയ്യിലുള്ളതാ കേട്ടത്. അല്ലല്ലോ, ഞാനെന്തെങ്കിലും പറഞ്ഞ ഇവിടെ നടക്കാൻ വലിയ പാടാ. അതിനുണ്ടൊരു 100 റീസൺ. എൻ്റെ മോള് കുഞ്ചുന്ന കാണാൻ ചേർന്ന് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ തൽക്കാലം ഇപ്പൊ സമയമില്ല, അതുകൊണ്ട് മോള് ചെല്ലപ്പോ. യെസ്, ഹായ്, ഐ എം രാജീവ്, ഓപ്പോസിറ്റ് സ്റ്റുഡിയോയിലെ. ആ ഓക്കെ. സെക്യൂരിറ്റി പറഞ്ഞായിരുന്നു പുതിയ താമസക്കാരെത്തിയെന്ന്. ഞാൻ 2-3 ദിവസമായിട്ട് ഇവിടെ ഇല്ലായിരുന്നു. രഞ്ജി സാറിന്റെ പുതിയ പടത്തിന്റെ വർക്ക് ഞങ്ങളാ ചെയ്യുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് ചെന്നൈയിലായിരുന്നു. സത്യം പറഞ്ഞ ഒരു ഹെൽപ്പ് ചോദിക്കാനാ വന്നേ. കുറച്ച് തണുത്ത വെള്ളം കൊടുക്കാനുണ്ടാവും? ആ അതിനെന്താ. കാര്യം പറഞ്ഞ സാർ വന്നോച്ചൻ, പക്ഷെ ഒരു ആവശ്യമുള്ളായിരുന്നു അവർ വരില്ല. ഇന്നത്തെ സിനിമയുടെ ലാസ്റ്റ് പോർഷൻ ഡബ് ചെയ്യാൻ വേണ്ടി ലാലേട്ടൻ വന്നുകൊണ്ടിരിക്കും. പുള്ളിക്കാരൻ ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചു കൊടുക്കാനും. ഹലോ, ആ എത്താറായോ? ഞാൻ അതെ താഴെ. ആ ഓക്കെ. രാജുമോൻ ഒരിക്കൽ എന്നോട് ചോദിച്ചു, അങ്കിളിന്റെ ഫാദർ ആരാണ്? ഞാൻ പറഞ്ഞു, ഒരു രാജാവാണ്. ഗുഡ് ഈവനിങ് മിസ്റ്റർ പ്രഭ നരേന്ദ്രൻ. ഞാൻ മാരിയട്ടെ. കണിമംഗലത്തെ തമ്പുരാനോടാ കളി, 6-ാം തമ്പുരാനോട്. ഇതിന്റെ പുത്തൻ റേവൻ ഗ്ലാസ്, ഇത് ചവിട്ടിപ്പൊട്ടി ചെന്നിന്റെ കാലവും വിട്ടു. കുന്തം വിഴുങ്ങിയ പോലെ നിൽക്കാതെ പോയി വെള്ളം എടുത്തോളൂ അടി. ഞാനാണ് കുന്തം വിഴുങ്ങിയ പോലെ നിന്നേ. അല്ല അത് വേണ്ട, ജ്യൂസ് ഇരിപ്പുണ്ടോ? അന്നാ എടുത്തോണ്ട. ഹായ് ആൻറ്റി, ഞാൻ ഫ്ലാറ്റിലുണ്ട്. അറേഞ്ച്മെന്റ്സ് ഒക്കെ തീർന്നുകൊണ്ടിരിക്കുന്നു. ഫ്ലാറ്റ് എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ഞങ്ങൾ ഉദ്ദേശിച്ചതുപോലെ തന്നെ സിറ്റിയിൽ നിന്ന് മാറി വളരെ ക്വൈറ്റ് ആൻഡ് കാം പ്ലേസ്. അരവിന്ദിന്റെ സെലക്ഷൻ അല്ലേ, മോശമാവോ? ഞാൻ ആൻറ്റി തിരിച്ചു വിളിക്കാം, എനിക്കൊരു ഗസ്റ്റ് വരുന്നുണ്ട്. ഓക്കെ, ബൈ.